ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് വന്ന ഒരു കംപ്ലൈൻ്റായ വണ്ടി TVS ജൂപ്പിറ്റർ. ഇത് കസ്റ്റമർ ഉരുട്ടിക്കൊണ്ട് വന്ന വണ്ടിയാണ്. 2 ദിവസമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടി ഓടും, വണ്ടി ഒന്ന് ഓഫാവും, വണ്ടി ഓടും ഒന്ന് ഓഫാവും. ഇന്നായപ്പോൾ ഒരു കട്ടറി വീണപ്പോൾ വണ്ടി ഫുൾ ഓഫായിപ്പോയി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ പുള്ളിക്കാരൻ്റെ മോനും കൂടി വണ്ടി ഉരുട്ടിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവച്ച്. ഞാൻ പറഞ്ഞു നോക്കട്ടെണ്ണ, ഒന്ന് വെച്ച് പണി കിടപ്പുണ്ട്, ഒന്ന് പോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കുറച്ച് ആയപ്പോൾ വണ്ടി എടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഒറ്റടി സ്റ്റാർട്ടായി. ഞാൻ വിളിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. അയ്യോ മോനെ 2 ദിവസമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുറച്ച് ഇരിക്കട്ടെണ്ണ, ഒന്നുകൂടെ നോക്കട്ടെന്ന് പറഞ്ഞു. അവസാനം ഞാൻ വീണ്ടും അടിച്ചു നോക്കി, പ്രശ്നമില്ല. നമ്മൾ നോർമലി നോക്കുന്ന എല്ലാം നോക്കി, പ്ലഗ് ഇളക്കി നോക്കി, കറണ്ട് വരുന്നുണ്ട്, കറണ്ട് കുഴപ്പമില്ല, പെട്രോൾ ഇറങ്ങുന്നുണ്ട്, കിക്കർ കുഴപ്പമില്ല, കംപ്രഷനുണ്ട്, നമ്മൾ എന്തൊക്കെ നോക്കാൻ പറ്റും അതെല്ലാം നോക്കി. അപ്പോൾ എന്തായാലും ഉണ്ണാൻ പോകണമല്ലോ. അപ്പോൾ ഉണ്ണാൻ പോകുന്ന സമയത്ത് വണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് പോകുമ്പോൾ അറിയാമല്ലോ. അവസാനം ഞാൻ ഉണ്ണാൻ വേണ്ടി ഉച്ചയ്ക്ക് വീട്ടിൽ പോയി പോയപ്പോൾ ഞാൻ വെറുതെ സീറ്റൊക്കെ എടുത്ത് വെറുതെ മേളിൽ കൂടെ വെച്ച് ഒരു ടൂൾസും ഒരു പ്ലെയറും എല്ലാവരും കൈ വെച്ചിരുന്നു. പോകുന്ന വഴി പ്രശ്നം കാണിക്കുവാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പ്രശ്നമുള്ള വണ്ടി നമുക്ക് പ്രശ്നം കണ്ടുപിടിക്കാം, പ്രശ്നം ഇല്ലാത്ത വണ്ടിക്ക് വലിയ പാടാണ്. വല്ലപ്പോഴും പ്രശ്നം കാണിക്കുന്ന വണ്ടിക്ക് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. നമ്മളൊരു ദിവസം കളയും. വണ്ടി പാർട്ടിക്ക് വണ്ടി ആവശ്യമാണ്. അപ്പം എല്ലാം നമുക്കും പണി നടപ്പുണ്ട്. അവസാനം ഞാൻ ഉണ്ണാൻ കൊണ്ടുപോയി ഉണ്ണാൻ പോയപ്പോൾ കുഴപ്പമില്ല. വീട്ടിൽ പോയി ചോറ് കഴിച്ച് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നപ്പം ഭയങ്കര മഴ. തിരിച്ചിറങ്ങി വന്ന് നനഞ്ഞ് ഇതായിരിക്കുക. തിരിച്ചിറങ്ങി വന്നപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ വണ്ടി വീണ്ടും ചടാന്ന് വണ്ടി ഓഫായി നിന്നു. ഞാൻ ചാടി ഇറങ്ങി, സീറ്റൊന്നും മുറുക്കിയിട്ടില്ല, സീറ്റൊക്കെ പൊക്കി മാറ്റി ചുമ്മാ വെറുതെ ഇട്ടേക്കുമായിരുന്നു. സീറ്റ് പൊക്കി മാറ്റി ആദ്യം നോക്കി കറണ്ട് വരുന്നതെന്ന് നോക്കി. കറണ്ട് തന്നെ ഭംഗിയായിട്ട് കറണ്ട് വരുന്നുണ്ട്. പെട്രോൾ ഇറങ്ങുന്നതെന്ന് നോക്കി, പെട്രോൾ ഇറങ്ങുന്നില്ല. അവസാനം നോക്കിയപ്പം കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച്. വേണ്ടേ, ഈ ട്യൂബ് പൊട്ടിയിരിക്കുകയാണ്, കണ്ടോ? എയർ ട്യൂബ് പൊട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അറിയത്തില്ല നമ്മൾ. ആദ്യം വന്നോണ്ട് ഞാൻ പെട്രോൾ ഇറങ്ങുന്നതെന്ന് നോക്കി, പെട്രോൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം പിന്നെ അത് ക്ലിയർ ആണെന്ന് വിചാരിച്ചു. നമ്മൾ കൊണ്ടുപോയപ്പോഴാണ് വീണ്ടും വഴി കിടന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കാനും കംപ്ലൈൻറ്റ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച്. ഇതൊക്കെ മതി നമ്മളൊരു ദിവസം പഴുപ്പിക്കാൻ. ഇത്ര മെനക്കേടായിപ്പോൾ. അവസാനം തൽക്കാലം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വന്നു. ഇതാണ് പ്രശ്നം. ഇപ്പം ഇങ്ങനത്തെ വണ്ടി വീഗോ, ജൂപ്പിറ്റർ, ഈ മുകളിൽ വണ്ടിക്കെല്ലാം ഈ ഒരു ട്യൂബ് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ആ ഭാഗം കൊണ്ട് മനസ്സിരിക്കിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് നോക്കാം. നമ്മൾ അറിയത്തില്ല, എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ അടിഭാഗം പൊട്ടിയിരുന്നാണ്, ഇങ്ങനെ ഇരുന്നതാണ്, കറങ്ങിയിരുന്നതാണ്. അന്നേരം ഇറങ്ങി കറണ്ട് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് കറണ്ട് ചില സമയത്തൊക്കെ പ്രശ്നം കാണിക്കും. അങ്ങനെ അടിഭാഗം ഇങ്ങനെ ഇരുന്നതാണ്. പെട്രോൾ ഇറങ്ങുന്നില്ല. അതിനാണ് പതുക്കെ പിടിച്ചു നോക്കി വരാണ്ട് ഇങ്ങനെ പൊളന്നിരിക്കുക. ഇപ്പോൾ കുറച്ചാളാകുമ്പോൾ ട്യൂബൊക്കെ മാറുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു പുതിയ പാഠമാണ്, നമുക്കൊരു അനുഭവമാണ്, നമുക്കും അത് മനസ്സിരിക്കും ഈ ഒരു പ്രശ്നം. അപ്പോൾ ഇത് എല്ലാവരും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. എനിക്ക് വന്ന അനുഭവം ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ. അറിയുന്നവർക്കും അറിയാത്തവർക്കും, അറിയുന്നവർ വിട്ടുതരാം, അറിയാത്തവർക്കും ഒരു പാഠമായിട്ട് എടുത്തോ. ഞാൻ ഓർക്കത്തില്ല, നമുക്ക് അറിയാമെങ്കിൽ. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പെട്രോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്യൂബ് ഊരി വിടാം. കേട്ടോ, പെട്രോൾ ഇറങ്ങുന്നില്ല. ഇനി നമുക്ക് ഈ ട്യൂബ് കൊടുക്കുകയാണെങ്കിൽ പെട്രോൾ ഇറങ്ങട്ടില്ലേ, ട്യൂബ് ഊരുവാണെങ്കിൽ പെട്രോൾ ഇറങ്ങത്തില്ല. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതാണ് ഈ വണ്ടിക്കുന്ന പ്രശ്നം. അതായത് ട്യൂബ് വരുന്നത് എയർ ട്യൂബ് പെട്രോൾ ടാപ്പ് ചെയ്ത് വരുന്നത്, നമ്മൾ ആക്റ്റീവയ്ക്കൊക്കെ വരുന്നത് അതേ ട്യൂബ് തന്നെ. കണ്ടേ, അപ്പോൾ ഇതാണ് പ്രശ്നം. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.